നെബൂഖദ്നേസർ രാജാവ് എൻ്റെ നിന്ന് വെടിവെക്കുന്നവൻ ആരുണ്ടടാ എന്ന് ചോദിച്ചിട്ട് തീയുടെ ബലം ഏറിട്ട് കൂട്ടുമ്പോഴും ദൈവം മിണ്ടിയില്ല. ഇവരെ എടുത്തുകൊണ്ടുവരാൻ 7 പേരെ വിടുമ്പോഴും ദൈവം മിണ്ടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. തീയുടെ ബലത്തിന്റെ ശക്തിയാൽ എടുത്തുകൊണ്ടുവന്നവർ കരിഞ്ഞപ്പോഴും ദൈവം ചിന്തിച്ചില്ല, അയ്യോ ഇതിനകത്ത് വീഴുന്നാൽ എൻ്റെ ഭക്തന്മാർ കരിഞ്ഞു പോകില്ലേ എന്ന് ചിന്തിച്ചില്ല. ദൈവം മിണ്ടിയില്ല. തീക്കകത്ത് ഇട്ടപ്പോൾ നെബൂഖദ്നേസറിനൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ശദ്രക്ക്, മേധക, അബേദ്നെഗോയുടെ ദേഹത്ത് തീ തൊടുന്നില്ല. അവർക്ക് വേറൊന്നും സംഭവിച്ചു. എന്ത് സംഭവിച്ചു? അവർക്ക് വേറൊന്നും സംഭവിച്ചു. എടാ, തീയുടെ പുറത്ത് വെച്ച് അഴിയാത്ത കെട്ട് തീയുടെ അകത്ത് വെച്ച് അഴിഞ്ഞു. നിന്നെ തീക്കകത്ത് കൊണ്ടുപോയത് അഴിയാത്ത ചില കെട്ടുകൾ അഴിക്കാൻ വേണ്ടി. അത് പുറത്ത് വെച്ച് അഴിക്കേണ്ടതല്ല, തീക്കകത്ത് വെച്ച് അഴിക്കേണ്ടത്. മനസ്സിലായ? ചില കെട്ടുകളുണ്ട്, അത് പുറത്ത് വെച്ച് അഴിക്കേണ്ടതല്ല, തീക്കകത്ത് വെച്ച് അഴിക്കേണ്ടത്. അതിന് നീ തീക്കകത്ത് പെയ്യാ മതിയാവും. അപ്പോൾ നീ ബലം പിടിക്കരുത്, ഞാൻ തീക്കകത്ത് പോകില്ല എന്ന്. തീക്കകത്ത് പെയ്യില്ലെങ്കിൽ ഈ കെട്ട് കെട്ടായി തന്നെ ഇരിക്കും. തീക്കകത്ത് പെയ്യാലേ ഈ കെട്ടഴിയും. കർത്താവ് വിചാരിച്ചോ ഈ കെട്ട് അഴിക്കാനായിട്ടാണ് ഇവൻ തീരുന്നത്, അല്ലാതെ ഇവരെ നശിപ്പിക്കാനല്ല. ഈ കെട്ട് അഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ തീയിട്ടത്, അല്ലാതെ ഇവരെ ദേഹത്ത് തൊടാനല്ല. നമ്മുടെ ജീവിതത്തിൽ, നേരോടെ ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ ഭയപ്പെടരുത്, നീ ഭാരപ്പെടരുത്. നിന്റെ ജീവിതത്തിലെ ചിലതെല്ലാം ദൈവം അഴിക്കാൻ പോകുന്നു. അഴിക്കാൻ വേണ്ടിയിട്ടാ തീക്കകത്താക്കി. നമ്മൾ വിചാരിക്കും ഈ കെട്ടഴിക്കാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഒരു പിച്ചാത്തി എടുത്തോണ്ട് വന്ന് അങ്ങ് അർത്താ പോരെ. കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയ വാഴക്കൊല കെട്ടിയ കയറിയെല്ലാം ഞാൻ ഇപ്പോഴും കെട്ടി. കയറിരുന്ന പല ഉപയോഗങ്ങളും ഉണ്ട്, ഇല്ലേ? പക്ഷെ നിന്നെ കെട്ടിയ കയറി ഇനി ആർക്കും എന്ത് ചെയ്യണ്ട, ഉപയോഗിക്കണ്ട. അങ്ങനെ ആർക്കും ഉപയോഗിക്കാതെ ആ കയറ് കരിഞ്ഞ് തീരണമെങ്കിൽ എവിടെ തന്നെ വീണം? തീയിൽ തന്നെ വീണം. അതിനി ആരെയും എടുത്തെന്ത് ചെയ്യരുത്, കെട്ടാതിരിക്കണമെങ്കിൽ നീ തീക്കകത്താകണം. തീയിലേക്ക് പോയി എന്ന് വിടുന്നപ്പോൾ നെബൂഖദ്നേസർ രണ്ടാമത് കണ്ടത്, നമ്മളൊക്കെ വിടുന്ന തീ അടുപ്പിലെന്നാണ് അടപിടിക്കണ തുണി പോലും എന്ത് ചെയ്യും, പെട്ടെന്ന് പിടിക്കും. യവന്മാരെ കാൽച്ചട്ടയും കഴിയുന്നില്ല, ഉടുപ്പും കഴിയുന്നില്ല, തലമുടിയും. എടാ, തീക്കകത്തും നിന്നെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. തീക്കകത്തും കാൽച്ചട്ടയിൽ തീ തൊടാതെ, താൻ ഇട്ടിരുന്ന വസ്ത്രത്തിൽ തീ തൊടാതെ, തന്റെ തലമുടിയിലെ തീയുടെ മണം തൊടാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ. അപ്പം പുറത്തൊരു സംഭവം നടന്നു. എന്താ? ഇതുവരെ ഭ്രമിച്ചു പോകാത്ത നെബൂഖദ്നേസർ, എടാ, അവനെ ആരാധിക്കാത്തവരെ, അവനെ കുമ്പിടാത്ത, അവന്റെ ബിംബത്തെ കുമ്പിടാത്തവരെ എല്ലാം തീക്കകത്തിട്ട് സന്തോഷിച്ചിട്ടിരുന്നവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചിരി മാറി. അവൻ ഭ്രമിക്കാനിടയായെന്ന്. അപ്പൊ നിന്നെ തീയിലിട്ട എന്റെ മൂന്നാമത്തെ ഗുണം, നിന്റെ ശത്രു എന്ത് ചെയ്യണം? ഭ്രമിക്കണം. ഭ്രമിക്കണം. ഇനി 4, അവൻ എന്ത് ചെയ്തു? ഉറക്കെ വായിച്ചേ, ആ ഭാഗം കിട്ടിയ വായിച്ചേ നോക്കണം. വേഗത്തിൽ എണീറ്റ് മന്ത്രിമാർ
മന്ത്രിമാരോട് ചോദിക്കുകയാണ്. അവന് സംശയമായി, ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ. വേഗത്തിൽ എണീറ്റ് അവൻ മന്ത്രിമാരോട് ചോദിക്കുകയാണ്, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, ഇപ്പം ഒരുത്തൻ ഒരു 4ാമൻ കൂടെ ഉണ്ട്, അവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കണമെന്ന്. എടാ, ആരാധിക്കുന്നവർക്ക് കാണാൻ കഴിയാത്ത രൂപം ആക്ക് കാണിച്ചു കൊടുത്ത്, ശത്രുവിന് കാണിച്ചു കൊടുത്ത്, ഞാനാണ് ആള്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ഞാനാണ്, വേല നീ കാണിക്കരുത്. കിട്ടിയാ? ഇതുവരെ ഇവർ ആരാധിച്ചിട്ട് വെളിപ്പെട്ട സിസ്റ്ററെ ഇങ്ങനെ ഒരു രൂപം ഇവർക്ക് കാണാൻ പറ്റിയ? അല്ലെങ്കിൽ തീക്കകത്ത് കിടന്നപ്പോ ഇവർക്ക് കാണാൻ പറ്റിയ? കാണാൻ പറ്റിയത് ആർക്ക് മാത്രം? നെബൂഖദ്നേസർ ശത്രുവിന് മാത്രമാണ് കാണാൻ പറ്റിയത്. അങ്ങനെ ഒരാളെ ശത്രുവിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ നീ എവിടെ തന്നെ വരണം? പറ്റൂലെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് വിഴാൻ വയ്യ എന്ന് പറഞ്ഞ അവൻ കാണുമോ? ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വായിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറ, കർത്താവേ, ഞാൻ തീയിൽ വീഴുന്നത് സാരമില്ല, എൻ്റെ ശത്രു ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ അറിയണം. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നും എങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്നും ശത്രു അറിയേണ്ടതിന് ഞാൻ വന്നത് തീയിലാണെങ്കിലും കർത്താവേ, ആ തീയെ ഞാനിതാ സ്വീകരിക്കുന്നു. സമ്മതത്തോടെ, സ്നേഹത്തോടെ ഞാൻ ആ തീയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു.